ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ BHIC 101 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അതിലെ നമ്മുടെ ചാപ്റ്റർ 5 ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇഗ്നോ കുട്ടികൾക്കെല്ലാം സ്വാഗതം. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഗ്നോ കുട്ടികൾ മാത്രമല്ല, നമ്മൾ ഒരു ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം പ്രയോജനകരമാവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വൈകിപ്പിക്കേണ്ട, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിറ്റ് 4 വരെ നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാനായിട്ടുള്ളത് യൂണിറ്റ് 5 ആണ്. ഹാരപ്പൻ സിവിലൈസേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പാഠമാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. നമുക്കറിയാം ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അത് ചെറിയ കാലം തൊട്ട് തന്നെ നമ്മൾ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ് അല്ലെ. ഹാരപ്പ സിവിലൈസേഷൻ, അതുപോലെ ഹരപ്പ, മോഹൻജദാര, കാളിബംഗാൾ, ബലൂചിസ്ഥാൻ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. അപ്പൊ അതില് ഹാരപ്പ സിവിലൈസേഷൻ നമ്മൾ ഇന്ന് ഫസ്റ്റ് ആണ് നോക്കുന്നത്. രണ്ടാമത്തതില് ഹാരപ്പ സിവിലൈസേഷന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അങ്ങനെ വെച്ചാൽ 2 ചാപ്റ്റർ ആയിട്ടാണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഹാരപ്പ സിവിലൈസേഷനിൽ അതിന്റെ പ്രദേശങ്ങളും അതിന്റെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ട് ഹാരപ്പ സിവിലൈസേഷൻ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ വന്നിട്ട് അവിടുത്തെ ജോഗ്രഫി ഫീച്ചേഴ്സും അതുപോലെ തന്നെ അവരുടെ വർഷിപ്പ് രീതികളും അങ്ങനെ ഡ്രൈനേജും അങ്ങനെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങളുടെ ടെസ്റ്റിൽ ഈ ഒരു പാഠങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി വൈകിപ്പിക്കേണ്ട, ക്ലാസ്സിലോട്ട് പോവാം. യൂണിറ്റ് 5 ഹാരപ്പൻ സിവിലൈസേഷൻ ഫസ്റ്റ്. അപ്പോൾ ഇതിലും നമ്മൾ പതിവ് പോലെ 5 ക്വസ്റ്റ്യൻ തന്നെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ജോഗ്രഫി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷന്റെ ഒരു ഷോർട്ട് നോട്ട് നിങ്ങളടുത്ത് എന്ത് ചെയ്യാനാണ്, എഴുതാനാണ് പറയുന്നത്. ഹാരപ്പൻ സിവിലൈസേഷന്റെ ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ജോഗ്രഫി ഫീച്ചേഴ്സ് ആണ്, ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജോഗ്രഫിക് എക്സ്റ്റൻസ് ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ മോസ്റ്റ് എക്സ്റ്റൻസീവ് ഔട്ട് ഓഫ് ദ 3 മോസ്റ്റ് സിവിലൈസേഷൻ. അൻഷ്യൻ സിവിലൈസേഷൻ എടുക്കുകയാണെങ്കിൽ 3 ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹാരപ്പൻ സിവിലൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തിരിക്കാറുണ്ട്. അതായത് അതിന്റെ ഹൈറ്റ് ഹാരപ്പൻ സിവിലൈസേഷൻ സ്പ്രെഡ് ഓഫ് ദ ഹോൾ പഞ്ചാബ്, സിന്ധ്, ബലൂചിസ്ഥാൻ, രാജസ്ഥാൻ, ഗുജറാത്ത്. അപ്പം എവിടേക്കാണ് വ്യാപിച്ചിരിക്കുന്നത്? ഹാരപ്പ സിവിലൈസേഷൻ വ്യാപിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചാബ്, അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ, രാജസ്ഥാൻ, ഗുജറാത്ത്, വെസ്റ്റേൺ ഉത്തർപ്രദേശ്, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഹാരപ്പൻ സിവിലൈസേഷൻ വ്യാപിച്ചിരിക്കുകയാണ്. ഇറ്റ് ഇസ് said to have reached from സുക്കേന്ദർ. സുക്കേന്ദർ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? ബലൂചിസ്ഥാനിലാണ്. ഇൻ ദ വെസ്റ്റ് അലങ്പൂർ, വെസ്റ്റേൺ യൂപ്പ്, ബൗണ്ടറീസ് ആൻഡ് ഫോളോവേഴ്സ്. ഇതിന്റെ അതിർത്തികളായിട്ടൊക്കെ നിൽക്കുന്നത് വെസ്റ്റേൺ യൂറോപ്പും വെസ്റ്റേൺ UP അല്ലെങ്കിൽ ഉത്തർപ്രദേശും അതുപോലെ തന്നെ ബലൂചിസ്ഥാനും, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇതിന്റെ ബൗണ്ടറീസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? നമ്മുടെ ജോഗ്രഫി ഫീച്ചേഴ്സ്, ഹാരപ്പൻ സിവിലൈസേഷന്റെ ജോഗ്രഫി ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. എന്തൊക്കെയാണ്? ജോഗ്രഫിക്കൽ എക്സ്റ്റൻസ് ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് ദ മോസ്റ്റ് എക്സ്റ്റൻസീവ് ഔട്ട് ഓഫ് ദ 3 മോസ്റ്റ് ആൻഷ്യൻ സിവിലൈസേഷൻ. അല്ലെ, ഇവിടെ പറയുന്നുണ്ട് ഹാരപ്പൻ സിവിലൈസേഷൻ എന്താണ്? പഞ്ചാബ്, അതുപോലെ സിന്ധ്, അതുപോലെ നമ്മുടെ ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു, വ്യാപിച്ചിരിപ്പുണ്ട്. ഇനി നോക്കിക്കേ, വെസ്റ്റേൺ ബൗണ്ടറി ഏതാണെന്ന് നമുക്ക് നോക്കാം. വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ എന്താണ്? പടിഞ്ഞാറ്. ബൗണ്ടറി എന്ന് പറയുമ്പോൾ എന്താണ്? സുക്കേന്ദർ തൊട്ട് പിന്നെ എന്താണ്, പാകിസ്ഥാന്റെ എന്താണ്, മാർക്കൻ എന്ന് പറയുന്ന സ്ഥലം വരെയാണ് കോസ്റ്റ് ഓഫ് പാകിസ്ഥാൻ. അപ്പൊ എവിടെ തൊട്ടാണ് ഹാരപ്പയുടെ വെസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുമ്പോൾ എവിടെയാണ്? നോക്കിക്കേ, വെസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുമ്പോൾ സുക്കേന്ദർ തൊട്ട് പിന്നെ എന്താണ്, പാകിസ്ഥാൻ വരെയാണ് വെസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഈസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുമ്പോൾ അലങ്പൂർ ഇൻ വെസ്റ്റേൺ UP. ഓക്കെ, അലങ്പൂർ ഇവിടെ പറയുന്നത് വെസ്റ്റേൺ UP. ഈസ്റ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കിഴക്കൻ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? അലങ്പൂർ വരെ, വെസ്റ്റേൺ UP വരെ. ഇനി സൗത്തേൺ ബൗണ്ടറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ദൈമാബാദ് തൊട്ട് മഹാരാഷ്ട്ര വരെ. നോർത്തേൺ ബൗണ്ടറി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? ഇവിടെ പറയുന്നുണ്ട് അഖ്നൂർ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ, ജമ്മു തൊട്ടും കാശ്മീർ. ഇപ്പൊ ഈ ബൗണ്ടറീസ് ഒന്ന് പഠിച്ചു വെക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ഒന്നുകൂടെ പറയുന്നുണ്ട്, വെസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുമ്പോൾ എവിടെയാണ്? സുക്കേന്ദർ തൊട്ട് പാകിസ്ഥാൻ വരെ. അടുത്ത് നമ്മുടെ ഈസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുമ്പോൾ അലങ്പൂർ തൊട്ട് UPയുടെ വെസ്റ്റ് പാർട്ട് വരെ. സൗത്തേൺ ബൗണ്ടറി എന്ന് പറയുമ്പോൾ ദൈമാബാദ് തൊട്ട് മഹാരാഷ്ട്ര വരെ. നോർത്തേൺ ബൗണ്ടറി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ അഖ്നൂർ മുതൽ നമ്മുടെ ജമ്മു കാശ്മീർ വരെ. ഇതാണ് നമ്മുടെ ബൗണ്ടറീസ് അല്ലെങ്കിൽ ജോഗ്രഫി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഹാരപ്പയുടെ ജോഗ്രഫി ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇത്രയുമാണ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ രണ്ടാമത്തെ സെക്ഷൻ നല്ല കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ആദ്യത്തെ സെക്ഷൻ ഇതുപോലെ കുറെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. കാരണം ആദ്യം അവർ ആ ടെക്സ്റ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കുറച്ച് സ്ഥലങ്ങളുമായിട്ടൊക്കെ നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തി അതിന്റെ മാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മുടെ ഹാരപ്പയുടെ ഉള്ളിലോട്ട് ആഴ്ന്നിറങ്ങാനായിട്ട്
പോയിരിക്കുന്നത്. അങ്ങനെയാണ് ആ ടെക്സ്റ്റ് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ നോക്കുക, ടെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ടെക്സ്റ്റ് നോക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. യൂണിറ്റ് 5ന്റെ കണ്ടിന്യൂഷൻ ആണ് യൂണിറ്റ് 6 എന്ന് പറയുന്നത്. പക്ഷെ 6 എത്തുമ്പോൾ ഈ പേരുകളും കാര്യങ്ങളൊന്നുമില്ല. 6 എത്തുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അവിടുത്തെ അഗ്രികൾച്ചറും കാര്യങ്ങളും അതുപോലെ ക്രാഫ്റ്റും പോട്ടറി അങ്ങനെയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ 5 എത്തുമ്പോൾ കുറേ പ്ലേസും അതുപോലെ അതിന്റെ ബൗണ്ടറീസും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ ബോറിംഗ് ആയിട്ട് നോക്കരുത്. ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്, ഞാൻ ഉണ്ടാക്കിയൊന്നുമല്ല. അപ്പോൾ നിങ്ങളത് അതിൻ്റെതായ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പഠിക്കാം. അപ്പൊ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ഏർലി ഹാരപ്പ? ഏർലി ഹാരപ്പ, പിൽക്കാല ഹാരപ്പ എന്നാണ് മലയാളത്തിൽ പറഞ്ഞത്. അപ്പൊ ഏർലി ഹാരപ്പ എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്തായിരുന്നു? ദ എമർജൻസ് ഓഫ് മച്യൂർ ഹാരപ്പൻ ഫേസ് വാസ് നോട്ട് സഡൻ ഡെവലപ്മെന്റ്. പെട്ടെന്ന് ഉണ്ടായതല്ല. ഉണ്ടായതാണോ ഹാരപ്പ? അല്ല. എന്നാണ്? ഇറ്റ് ഇസ് റൂൾസ് ലൈ changes in several Neolithic, Chalcolithic cultures and area that took food production. ധാരാളം നിയോലിത്തിക്കിന്റെ അതുപോലെ ചാൽക്കോലിത്തിക് കൾച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉടലെടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് മെഹ്റട്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെഹ്റട്ട് ബലൂചിസ്ഥാനിലാണ്. മെഹ്റട്ട് ഇൻ ബലൂചിസ്ഥാൻ. ഗുൽമ എന്ന് പറയുമ്പോൾ റഹ്മാൻ, തേരി, അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. ഹർക്ക കൾച്ചർ, പഞ്ചാബ്, ഹരിയാന, ഇവിടെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഏർലി ഹാരപ്പ വ്യാപിച്ചിട്ടുണ്ട്. ഏർലി ഹാരപ്പ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യാപിച്ചിട്ടുണ്ട്. വൈൽ മെനി ഓഫ് ദ സൈറ്റ്സ് ഓൺ ഷെയർ ഡെവലപ്മെന്റ്സ് വി സി ഇമ്പോർട്ടന്റ് ഡിഫറൻസ് ഇൻ ദ വാർസ് ആൻഡ് സ്ലിപ്പ് ആൻഡ് പോട്ടറീസ്. ദ ഡിഫറൻസ് മൈറ്റ് ആൾസോ എക്സ്റ്റെൻഡ് മോഡിഫൈസ് ത്രൂ സം ഷെയർഡ് മോഡിഫൈസ് ആൻഡ് വിച്ച് ആൾസോ കണ്ണു മെച്യൂർ ഫേസ്. ഇവിടെ പറയുന്നുണ്ട് പോട്ടറീസ്. പോട്ടറീസ് എന്ന് പറഞ്ഞാൽ അവരുടെ എന്താണ് ആർക്കിടെക്ചർ സ്കില്ലൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പോട്ടറീസ് എന്ന കളിമൺ പാത്രങ്ങളിൽ അവരുണ്ടാക്കിയ കാര്യങ്ങളും എല്ലാം ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ചാൻകുദാര, മുത്തു നിർമ്മാണത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ് ചാൻകുദാര. അതുപോലെ കാളിബംഗൽ, കറുത്ത വിളകൾ എന്നൊക്കെ പറഞ്ഞ് കുറെ സൈറ്റ്സ് എവിടെ ഉണ്ട്, നമ്മുടെ ഏർലി ഹാരപ്പയിൽ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇന്നും ഇന്നലെയും പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉടലെടുത്തതല്ല. ധാരാളം എക്സ്കവേഷന്റെ ഫലമായിട്ടും അതുപോലെ തന്നെ ധാരാളം ചാൽക്കോലിത്തിക്, നിയോലിത്തിക്കൻ കാര്യങ്ങളുടെ ഇടയിലൂടെ വന്ന ഒരു ഇതാണ് എന്തെന്ന് ഏർലി ഹാരപ്പ എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഏർലി ഹാരപ്പ എന്ന് പറയുന്നത് എന്താണ്? ദ എമർജൻസ് ഓഫ് മെച്യൂർ ഹാരപ്പൻ ഫേസ് വാസ് നോട്ട് സഡൻ ഡെവലപ്മെന്റ്. പെട്ടെന്നുണ്ടായതാണോ? അല്ല. ചേഞ്ചസ് ഇൻ ദ സെവറൽ ചാൽക്കോലിത്തിക് ആൻഡ് നിയോലിത്തിക് കൾച്ചേഴ്സ്. ധാരാളം നിയോലിത്തിക്കിന്റെയും ധാരാളം ചാൽക്കോലിത്തിന്റെയും ഫലമായിട്ടാണ് ഈ ഒരു ഇത് ഉണ്ടായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ വ്യാപിച്ചിരിക്കുന്ന പ്ലേസസ് ഒന്ന് പഠിച്ചു വെക്കുക. പഞ്ചാബ്, ബലൂചിസ്ഥാൻ അങ്ങനെയുള്ള, പിന്നെന്താണ് നമ്മുടെ ചോലിസ്ഥാൻ, അതുപോലെ തന്നെ ഹരിയാന, ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കിക്കേ, ഡിസ്കസ് എ ഡിബേറ്റ് അബൌട്ട് ദ ഒറിജിൻസ് ഓഫ് ഇൻഡസ് സിവിലൈസേഷൻ. ഇൻഡസ് സിവിലൈസേഷൻ എങ്ങനെയാണ് ഉടലെടുത്തതെന്നുള്ള ഒരു ഡിബേറ്റ്, ഒരു സംവാദം നിങ്ങളോട് എന്ത് ചെയ്യാനാണ്, കണ്ടക്ട് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പറയും? ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒറിജിനേറ്റഡ് ഇൻ ദ 3rd millennium BC in the foot hills on mountain pass and modern day Balochistan, Pakistan origins. ഇവിടെ അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതേ നേരത്തെ പറഞ്ഞ കാര്യമാണ്. 3rd മില്യണിയം വർഷങ്ങൾക്ക് മുമ്പ്, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഇൻഡസ് സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം ഉടലെടുത്തിട്ടുള്ളത്. അതിന്റെ ഫേസസ് നോക്കാൻ പറയുകയാണെങ്കിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡസ് സിവിലൈസേഷന്റെ ഫേസസ് എന്ന് പറയുമ്പോൾ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. ഏർലി ഹാരപ്പൻ ഫേസ് എന്നും മെച്യൂർ ഹാരപ്പൻ ഫേസ് എന്നും ലേറ്റർ ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പൊ പഠിച്ചു വെക്കുക, ഒന്ന് എന്റെ കൂടെ പറയുക. ഇൻഡസ് വാലി സിവിലൈസേഷനെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നു 3 ടൈപ്സ്. ഏർലി ഹാരപ്പൻ ഫേസ് എന്നും മെച്യൂർ ഹാരപ്പൻ ഫേസ് എന്നും ലേറ്റർ വേദിക് ഫേസ് എന്നും എന്ത് ചെയ്യുന്നുണ്ട്, ലേറ്റർ ഹാരപ്പൻ ഫേസ് എന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് എന്താണ്, നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ആൻഡ് നോർത്ത് വെസ്റ്റേൺ അഫ്ഗാനിസ്ഥാൻ പീക്ക്. പീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഉയരങ്ങളിൽ കൊടുമുടി അല്ലെ. ഇൻഡസ് വാലി സിവിലൈസേഷൻ മേ ഹാവ് ഹാഡ് പോപ്പുലേഷൻ ഓവർ ദ 1 million people. ദ ഇൻഡസ് സിറ്റീസ് നോട്ടഡ് ഫോർ ദെയർ അർബൻ പ്ലാനിങ്. ഇവർക്ക് എന്തുണ്ട്, നഗരാസൂത്രണം, അർബൻ പ്ലാനിങ്. ആ സമയത്ത് ഇതിനൊന്നും ഒരു മുന്നോട്ട് വന്നിട്ടില്ലായിരുന്നു. ഇവിടെ അർബൻ പ്ലാനിങ്ങും അതുപോലെ തന്നെയാണ് എന്ത് പറയുന്നത്, പോട്ടറി കാര്യങ്ങൾ. പോട്ടറി എന്ന് പറയുന്നത് എന്താണ്, കളിമൺ പാത്രങ്ങളും. അതുപോലെ ഇവിടെ എന്താണ്, സിറ്റീസ് ഉടലെടുത്തതും പൊളിറ്റിക്കൽ പ്രോസസ്സും ടെക്നോളജീസും പ്ലാനിങ്ങും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ സമയത്താണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ത് ചെയ്തു, ഉടലെടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അർബൻ ദേ ആർ ആൾസോ നോട്ടഡ് ദിയർ ബ്രിക്ക് ഹൗസ്, ബേക്ക്ഡ്, അതായത് നമ്മളെ ഇഷ്ടിക അല്ലെ, ചുട്ടുപഴുത്ത ഇഷ്ടിക എന്ന് പറയും അല്ലെ, ഉണക്കിയ ഇഷ്ടികൾ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിക്ക് ഹൗസ്, വീടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചിരുന്നു. പിന്നെ എലിബറേറ്റ് ഡ്രെയിനേജ് സിസ്റ്റം, ഒരു വ്യക്തമായ ഒരു എന്തുകൊണ്ട് അഴുക്കുചാൽ സമ്പ്രദായം. ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് ഡ്രെയിനേജ് നമ്മൾ ഈ പറയുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സിവിലൈസേഷനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ചിന്തിക്കാം അവരുടെ വ്യക്തി ശുചിത്വം എങ്ങനെയായിരുന്നു എന്നാണ്. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഇതുപോലെയുള്ള കണ്ടുപിടുത്തങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല.
ഒരു കാര്യങ്ങളും നമുക്ക് ഈ ലോകത്ത് ഇല്ലായിരുന്ന സമയത്തും അവരുടെ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ ഭയങ്കര എന്തായിരുന്നു, വളരെ പ്രശംസ നേടിയതായിരുന്നു. അതാണ് പറഞ്ഞ ഡ്രെയിനേജ് സിസ്റ്റം, വാട്ടർ സപ്ലൈ സിസ്റ്റം. അതായത് ആരെ കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ എങ്ങനെയായിരുന്നു ഇവിടെ സപ്ലൈ സിസ്റ്റം, വാട്ടർ സപ്ലൈ സിസ്റ്റം, ആൻഡ് ക്ലസ്റ്റേഴ്സ്, ലാർജ് ഒരുപാട് വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെയാണ്. സിറ്റാഡൽ എന്നൊക്കെ പറയും, ഉയർന്ന പട്ടണത്തിൽ സിറ്റാഡൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ലോവർ ടൗൺ, അപ്പർ ടൗൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? അഴുക്കുചാൽ സമ്പ്രദായം എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഉടലെടുത്തിട്ടുണ്ട്. ഓക്കെ, അഴുക്കുചാൽ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിലെ വേസ്റ്റ് വെള്ളം എവിടേക്ക് പോകും? ഒഴുകി ഇന്ന ഒരു റോഡിൽ ഒരു സ്ഥലം എന്ത് ചെയ്തിട്ടുണ്ട്? ക്രമീകരിച്ചിട്ടുണ്ട്. അവിടേക്ക് എന്ത് ചെയ്യും? അഴുക്ക് വെള്ളം എന്ത് ചെയ്യും? പോകും. മനസ്സിലാവുന്നുണ്ട്? അതായത് സ്വന്തം വീട്ടിൽ തന്നെ അത് കെട്ടി നാശമായിട്ട് ഒന്നും ഇല്ല. അത് എല്ലാം ഒരു സ്ഥലത്തിൽ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ കണക്ടിവിറ്റി എവിടെയാണ് പോകുന്നത്? ഇപ്പൊ നമ്മുടെ നഗരത്തിൽ ഒരു എന്ത് ചെയ്യുന്നുണ്ട്? വലിയൊരു ഇതുണ്ട്, ഒരു ഹോള് പോലെ ചെയ്തിട്ടുണ്ട്. അതിനുള്ളിലേക്ക് പോകും. അത് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് മനസ്സിലാവും. അത് കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഈ ഡ്രെയിനേജ് സിസ്റ്റം, അതുപോലെ തന്നെ പട്ടണങ്ങള്, അതുപോലെ ചുട്ടുപഴുത്ത ഇഷ്ടികകൾ കൊണ്ടാണ് എന്ത് ചെയ്ത് വീടുകൾ നിർമ്മിച്ചിരുന്നത്. ഇതെല്ലാം ഇവരുടെ പ്രത്യേകതകളായിരുന്നു. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നമുക്ക് അടുത്ത ടെക്സ്റ്റിൽ നന്നായിട്ട്, അല്ലെങ്കിൽ അടുത്ത പാഠത്തിൽ നന്നായിട്ട് ഇതിനെ കുറിച്ച് വലുതായിട്ട് പഠിക്കാനായിട്ട് ഉണ്ട്. ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ബനവാലി ഇൻ ഹരിയാന. ഹരിയാനയിലെ ബനവാലിയെ കുറിച്ച്. ദ സൈറ്റ് ഓഫ് ലൊക്കേറ്റഡ് ടു ദ റൈറ്റ് ടു റൈഡ് റിവർ രംഗോളി. രംഗോയി എന്ന് പറഞ്ഞ നദിയുടെ കരയിലാണ് ഏത് സൈറ്റ് ഉള്ളത്? ബനവാലി എന്ന് പറഞ്ഞ സൈറ്റ് ഉള്ളത്. എവിടെയാണുള്ളത്? രംഗോയി എന്ന് പറയുന്ന നദിയുടെ കരയിലാണ് ബനവാലി ഉള്ളത്. ഇറ്റ് ഈസ് എ റെക്ടാങ്കുലർ പ്ലാൻ. ഒരു റെക്ടാങ്കുലർ പ്ലാൻ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, റെക്ടാങ്കുലർ ആണ്, അറിയാലോ, റെക്ടാങ്കുലർ ഷേപ്പ്. അടുത്ത് എൻ്റയർ യൂണിറ്റ് വാസ് ഫോർഫിൽ അൺലൈക്ക് സൈറ്റ് സർവേഡ് ഫോർ ദ ഫാർ സിറ്റാഡൽ. അതായത് ദൂരെ ഉയരത്തിലുള്ളതിനെ നേരത്തെ ഞാൻ പറഞ്ഞു സിറ്റാഡൽ എന്നും, താഴത്തെ പട്ടണങ്ങളെ എന്ത് വിളിക്കുന്നു? ലോവർ ടൗൺ എന്ന് വിളിക്കുന്നു. ഉയരത്തിലുള്ള പട്ടണങ്ങളെ എന്ത് വിളിക്കുന്നു? സിറ്റാഡൽ എന്നും, താഴത്തെ പട്ടണങ്ങളെ എന്ത് വിളിക്കുന്നു? ലോവർ ടൗൺ എന്നും പറയുന്നു. ഹിയർ ആർ ലൊക്കേറ്റഡ് വിത്തിൻ സെയിം കോംപ്ലക്സ്. അല്ലെ, ഇവരെല്ലാം ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള പട്ടണങ്ങളാണ് നിർമ്മിച്ചിരുന്നത്. അതുപോലെ ദ റെസിഡൻസ് വെയർ പ്രൊവൈഡഡ് വിത്ത് ബാത്തിങ് പേയ്മെന്റ്സ്. ഇവർക്ക് കുളിക്കാനുള്ള വലിയൊരു കുളിപ്പുര, മഹാസ്നാനഘട്ടം എന്നാണ് പറയുന്നത്. അല്ലെ, വലിയൊരു കുളിപ്പുര ഇവർക്ക് ഉണ്ടായിരുന്നു. കുളിച്ച് അതിൽ വസ്ത്രം മാറാനുള്ള എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്ന ഒരു വലിയ ബാത്തിങ് സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല കിണറുകൾ ഉണ്ടായിരുന്നു, ഡ്രെയിൻസ് ഉണ്ടായിരുന്നു. ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചാണ് പറയുന്നത്. ഡ്രെയിൻസ്, അഴുക്ക് പോകുന്ന അഴുക്ക് ചാലി സംവിധാനമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടായിരുന്നത്. മൾട്ടി റൂംഡ്, ധാരാളം റൂമുകളുള്ള ഹൗസസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഒരു ആവിഷ്കൃതമായ ഒരു സമൂഹമായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും അവർക്ക് എന്തുണ്ട്? വളരെ നമ്മളെ പോലെയുള്ള എല്ലാ ഫെസിലിറ്റീസും അവർ എന്ത് ചെയ്തിരുന്നു? സൂക്ഷിച്ചിരുന്നു. അതാണ് ഇവിടെ പറയുന്നത് മൾട്ടി റൂംഡ് ഹൗസ്. മൾട്ടി റൂംഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല എന്താണ്, ധാരാളം റൂമുകളെല്ലാം ഉള്ള വീടുകൾ അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പറയുന്നുണ്ട് എവിഡൻസ് ഫോർ സീലുകൾ. സീൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? അളവ് തൂക്കങ്ങളൊക്കെ ഉള്ള നമ്മൾ മുദ്രകൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വെയിറ്റ്, അതും കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? അവിടെ വ്യാപാരികൾ ഉണ്ടായിരുന്നു, മെർച്ചന്റ് ഹൗസ്. അല്ലെ, മെർച്ചന്റ് ഹൗസിന്റെ വീടിന്റെ അടുത്ത് നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ അളവ് തൂക്ക കാര്യങ്ങളും അതുപോലെ സീലും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുള്ളത് വ്യാപാരികളുടെ വീടിന്റെ അടുത്ത്. അതിന്റെ അർത്ഥം അവിടെ അളവ് തൂക്കങ്ങളും അതുപോലെ തന്നെ എന്താണ്, മുദ്രകളും ഒക്കെ അവർ എന്ത് ചെയ്തിരുന്നു? ഉപയോഗിച്ചിരുന്നു. നമ്മളെ പോലെ തന്നെ അളവ് തൂക്കങ്ങൾ, സാധനങ്ങൾ അളന്ന് തൂക്കി കൊടുക്കാൻ അളവ് തൂക്കങ്ങൾ, വെയിറ്റിംഗ് മെഷേഴ്സ് ഒക്കെ അവർ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് കഴിയും. ഇതെല്ലാം ഇവിടെ നിന്നാണ് കണ്ടത്? ബനവാലിയിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നോക്കി, ബനവാലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരിയാനയിലാണ്. അല്ലെ, ഈ സൈറ്റ് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്? രംഗോളി എന്ന് പറഞ്ഞ നദിയുടെ കരയിലാണ് ഈ സൈറ്റ് ഉള്ളത്. ഇറ്റ് ഇസ് റെക്ടാങ്കുലർ പ്ലെയിൻ കവർ ചെയ്യണം, ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് എന്താണ്? നമ്മുടെ എന്താണ്? സിറ്റാഡൽ. ഉയർന്ന പട്ടണത്തെ എന്ത് വിളിക്കുന്നു? സിറ്റാഡൽ എന്നും, താഴ്ന്ന പട്ടണത്തെ ലോവർ ടൗൺ എന്നും വിളിക്കുന്നു. ഉയർന്ന പട്ടണത്തെ എന്ത് വിളിക്കുന്നു? സിറ്റാഡൽ എന്നും, താഴ്ന്ന പട്ടണത്തെ ലോവർ ടൗൺ എന്നും വിളിക്കുന്നു. പിന്നെ ഇവിടെ എന്താണ്? റെസിഡൻസ് പ്രൊവൈഡ് ബാത്തിങ്. ഇവർക്ക് ബാത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുളിക്കുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ എന്താണ്? വെൽസ്, നല്ല കിണറുകള്, അതുപോലെ ഡ്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഴുക്കുചാൽ സമ്പ്രദായങ്ങളും, മൾട്ടി റൂംഡ് ഹൗസ്, ധാരാളം എന്താണ്? റൂമുകളുള്ള ഹൗസുകളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. വിച്ച് ഹാവ് എവിഡൻസ് ഫോർ സീൽസ്, ധാരാളം സീലുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വെയിറ്റിംഗ് മെഷേഴ്സ്, അല്ലെ, ധാരാളം എന്താണ്? വെയിറ്റിംഗ് മെഷീൻസ്, അളവ് തൂക്ക കാര്യങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, പഠിച്ചേ പറ്റൂ. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ആർ ദ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് മോഹൻജോദാരോ. മോഹൻജോദാരോ നമുക്കറിയാം, ഹരപ്പയും മോഹൻജോദാരോ, അല്ലെ, ആർ ഡി ബാനർജിയും അതുപോലെ ദയാറാം സാഹിനി.
അപ്പൊ ഇത് ഇവരുടെ മോഹൻജോദാരോയുടെ സൈലന്റ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. സൈലന്റ് ഫീച്ചേഴ്സ്, ഒന്നാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഓഫ് ടൗൺ ഓൺ റോഡ്സ്, രണ്ടാമത്തെ റോഡ്, മൂന്നാമത്തെ ഡ്രെയിനേജ് സിസ്റ്റം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനായിട്ട് ഇത്രയാണ് ഉള്ളത്. ഇതിൽ നമുക്ക് ആദ്യം നോക്കാനുണ്ട് ഡിവിഷൻ ഓഫ് ടൗൺ ആൻഡ് റോഡ്സ്. The town was built high plinths and protect them from floods and damners. അതായത് ഈ ടൗൺ എല്ലാം പണി കഴിപ്പിച്ചത് ഫ്ലഡ് അറിയാലോ, വെള്ളക്കെട്ടൊന്നും വരാതിരിക്കാൻ ഒരു ചാൻസും ഇല്ലാത്ത രീതിയിലാണ് ഇവരുടെ റോഡും. കാരണം അത്രയും നല്ല ശാസ്ത്രീയപരമായിട്ട് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരുടെ റോഡും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ വൈദഗ്ധ്യമാണ്, അവരുടെ കഴിവിന്റെ ആ ഒരു പ്രാധാന്യം ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. The entire town was laid out the very organized. എല്ലാ ടൗണും എങ്ങനെയായിരുന്നു, വെരി ഓർഗനൈസ്ഡ് ആയിരുന്നു. ഓർഗനൈസ്ഡ് എന്താണ്, അടുക്കും ചിട്ടയും നിറഞ്ഞതായിരുന്നു. എല്ലാ ടൗൺ എന്ന് പറയുന്നത് വെരി ഓർഗനൈസ്ഡ്, അടുക്കും ചിട്ടയും നിറഞ്ഞ രീതിയിൽ ഫാഷൻ ആയിരുന്നു. വേറെ ആൾ ഡോർസ്, എല്ലാ വീടുകളിലും ഡോറും ഉണ്ടായിരുന്നു, വിൻഡോസും ഉണ്ടായിരുന്നു. ഓക്കെ, എല്ലാ വീടുകളിലും ഡോർ എന്ന് പറഞ്ഞാൽ എന്താണ്, വാതിലുകളും അതുപോലെ ജനാലകളും ഉണ്ടായിരുന്നു. വേർ അലിഗേറ്റഡ് ഇൻ ഓർഡർ ടു കീപ് ദ ഹൗസ് എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, വായു പുറത്തു നിന്ന് അകത്തോട്ട് വായു സഞ്ചാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇവരുടെ വീടുകളിൽ എന്ത് ചെയ്തിരുന്നു, അവർ ചെയ്തിരുന്നു. അപ്പൊ അതിനർത്ഥം ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കും, ഇതൊക്കെ വലിയ കാര്യമാണോ? പക്ഷെ ഇത് നിങ്ങൾ ചിന്തിക്കണം, നൂറ്റാണ്ടുകൾ മുൻപുള്ള ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഉണ്ടായിരുന്നതിനേക്കാളും കഴിവും കാര്യങ്ങളും അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ നിർമ്മാണ വൈദഗ്ധ്യത്തെ കുറിച്ചാണ് നമുക്ക് ഇവിടെ പറയാനായിട്ട് കഴിയും. അവരുടെ ആർക്കിടെക്ചർ സ്കിൽസ്, അവിടെ അതുപോലെ തന്നെ പോട്ടറി സ്കിൽസ്, ഇതെല്ലാം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നോക്കിക്കേ, ഡിവിഷൻ ഓഫ് ടൗൺ ആൻഡ് റോഡ്സ്. ഒന്നാമത്തെ ഹെഡിങ് എന്താണ്, ഡിവിഷൻ ഓഫ് ടൗൺ ആൻഡ് റോഡ്സ്. ദ ടൗൺ വാസ് ബിൽറ്റ് ഹൈ പ്ലിൻസ്, എന്താണ്, നല്ല ഉയരത്തിലുള്ള പൊക്കമുള്ള മതിലുകൾ അവർക്കുണ്ടായിരുന്നു. പ്രൊട്ടക്ട് ചെയ്യാനാണ്, അതായത് വേറെ ഒരു ആക്രമണത്തിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഉയർത്തി എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, അതായത് കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വെരി ഓർഗനൈസ്ഡ് ഫാഷൻ ആയിരുന്നു, അല്ലെ, ഇവർക്ക് ഓർഗനൈസ്ഡ് ആയിരുന്നു. ഇവിടെ രീതികള്, രൂപമാറ്റങ്ങളെല്ലാം ഓർഗനൈസ്ഡ് ആയിരുന്നു, ഫാഷൻ ആയിരുന്നു. എല്ലാ വീടുകളിലും ഡോറും വിൻഡോസും ഉണ്ടായിരുന്നു. എല്ലാ വീടുകളിലും എന്തുണ്ടായിരുന്നു, ഡോറും വിൻഡോസും ഉണ്ടായിരുന്നു. വേറെ അലിഗേറ്റഡ് ഓർഡർ ടു കീപ് ഹൗസ് എയർ സർക്കുലേഷൻ കിട്ടുന്ന തരത്തിലായിരുന്നു അവരുടെ രീതികൾ, അവരുടെ വീടും കാര്യങ്ങളൊക്കെ പണി കഴിപ്പിച്ചിരുന്നത്. ഇനി റോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് റോഡ്? വൈഡ് നാരോ റോഡ്സ്, ഇടുങ്ങിയ റോഡുകളും, പിന്നെ അതുപോലെ തന്നെ ഇടുങ്ങിയ റോഡുകളിൽ ചെന്ന് എവിടെ കയറാം, നമുക്ക് മെയിൻ സിറ്റിയിലോട്ട് കയറാൻ തരത്തിലുള്ള ഇടുങ്ങിയ റോഡുകൾ, ഇടവഴികൾ അവർക്കുണ്ടായിരുന്നു. ഓക്കെ, ദ പിറ്റ്സ് ഓഫ് റോഡ് സൈഡ് സജസ്റ്റ് ലാമ്പ് പോസ്റ്റ് നമുക്കറിയാം, വൈദ്യുത വിളക്കുകൾ ഇത് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ട്രാവൽ ചെയ്ത് വരുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക, വാഹനം ഓടിച്ചു പോകാനുള്ള അതായത് നമ്മുടെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് അവിടെ ഉണ്ടായിരുന്നു. അതായത് ഒന്നുമല്ല, പോസ്റ്റും കാര്യങ്ങളും അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ there were two main roads, രണ്ട് തരത്തിലുള്ള റോഡുകൾ ഉണ്ടായിരുന്നു. This was considered speciality of ancient time. The main road crossed right angles. അപ്പം നമുക്കറിയാം രണ്ട് തരത്തിലുള്ള റോഡുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇടവഴികൾ, അതുപോലെ തന്നെ മെയിൻ റോഡുകൾ ഇവർക്ക് ഉണ്ടായിരുന്നു. അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് അല്ലെ. കാരണം ഇന്നത്തെ ഒരു ശാസ്ത്രീയപരമായ ഒരു കാര്യങ്ങൾ ഇല്ലാതിരുന്ന ഒരു പ്ലേസ് ആണ്. അതിനെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലാതിരുന്ന സ്ഥലത്തും എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഇതിനെക്കുറിച്ചുള്ള നല്ലൊരു അറിവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ റോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈഡ് നാരോ റോഡ്സ് ഉണ്ട്, ഇടവഴികളുണ്ട്. ആ ഇടവഴിയിലൂടെ കയറുമ്പോൾ എവിടെ എത്താം, മെയിൻ റോഡിലോട്ട് എത്താൻ കണക്കിനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ്, ലാമ്പ് പോസ്റ്റുകൾ അല്ലെ, അത് നമുക്ക് ഇവിടെ പറയുന്നുണ്ട്. ലാമ്പ് പോസ്റ്റ് എന്താണ്, വിളക്കുമരങ്ങൾ അല്ലെ, വിളക്കുമരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് പോസ്റ്റും കാര്യങ്ങളും അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്, അത് ട്രാവൽസ്, വണ്ടിയിൽ വരുന്ന വെഹിക്കിളിലൊക്കെ വരുന്നവർക്ക് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സഹായിയായിരുന്നു. ഓക്കെ, അതാണ് റോഡും കാര്യങ്ങളും എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡ്രെയിനേജ് സിസ്റ്റം. എങ്ങനെയാണ് ഡ്രെയിനേജ് സിസ്റ്റം നോക്കിക്കേ. ഇറ്റ് വാസ് എ മോസ്റ്റ് യൂണിക് ഫീച്ചർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിക് ആയിട്ടുള്ള ഫീച്ചർ ആണ് ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ടൗൺ പ്ലാനിങ് ആണ്, അവരുടെ കാരണം അവരുടെ വൃത്തി, അവരുടെ ഹൈജീൻ ആണ് നമുക്കിവിടെ സൂചിപ്പിക്കുന്നത്. അവരുടെ ഹൈജീൻ എങ്ങനെയായിരുന്നു, ദ സിസ്റ്റം വാസ് ബിൽറ്റ് ടു ഡ്രെയിൻ ഡേർട്ടി വാട്ടർ. ഡേർട്ടി വാട്ടർ എന്ന് എന്താണ്, മോശപ്പെട്ട വെള്ളം അല്ലെങ്കിൽ അഴുക്ക് വെള്ളം അല്ലെ, മലിനമായ ജലം എവിടെ പോകുന്നു, മലിനമായ ജലം എവിടെ പോകുന്നു, ഔട്ട് ഫ്രം ദ ടൗൺ എവിടെ പോകുന്നുണ്ട്, ടൗണിൽ പോകുന്നുണ്ട്. ടൗണിൽ പോയിട്ട് അത് എന്ത് ചെയ്യുന്നു, എവരി ഹൗസ് ഹാഡ്, എല്ലാ വീടുകളിലുള്ള വെള്ളം ഇവിടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ദ എക്സിസ്റ്റന്റ് ഡ്രെയിനേജ് സിസ്റ്റം പ്രൂവ്സ് പീപ്പിൾ വെരി മൈൻഡ്ഫുൾ ഹൈജീൻ ആൻഡ് ഹെൽത്ത്. കണ്ടോ, ഞാൻ പറഞ്ഞതില്ലേ, ആ സൂചിപ്പിക്കുന്നത് എന്താണ്, അവിടെ ഇതിന്റെ ആ ഒരു അർത്ഥം എന്ന് പറയുന്നതാണ്, ഇവിടുത്തെ പീപ്പിൾസ് എന്ന് പറയുന്നത് വെരി ഹൈജീൻ ആയിരുന്നു. ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ശുദ്ധിയുള്ളവരായിരുന്നു അല്ലെങ്കിൽ ശുചിത്വമുള്ളവരായിരുന്നു, ഹൈജീൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഹെൽത്തും എങ്ങനെയായിരുന്നു, വളരെ പ്രാധാന്യം സൃഷ്ടിക്കുന്നതായിരുന്നു. അവരുടെ ആ ഒരു ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായിരുന്നു. അതവിടെ പറയുന്നുണ്ട്, മൈൻഡ്ഫുൾ ഹൈജീൻ ആൻഡ് ഹെൽത്ത്.
ഓക്കെ, ഇറ്റ് വാസ് ദ മോസ്റ്റ് യൂണിക് ഫീച്ചർ ഓഫ് ടൗൺ പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇൻഡസ് വാലി സിവിലൈസേഷൻ ആയാലും സിന്ധു നദീതട സംസ്കാരം, അതായത് ഹാരപ്പൻ ആയാലും മോഹൻജോദാരോ പഠിക്കാനുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഡ്രെയിനേജ് സിസ്റ്റം എന്താണ്, ഒരു യൂണിക് സിസ്റ്റം ആയിരുന്നു. ഒരു യൂണിക് സിസ്റ്റം ആയിരുന്നു ഇവിടെ ടൗൺ പ്ലാനിങ് എന്ന് പറയുമ്പോൾ. അത് ബിൽറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഇവർ എല്ലാ വീടുകളിലെയും മലിനജലം അല്ലെങ്കിൽ അഴുക്ക വെള്ളം, അല്ലെ, മലയാളത്തിൽ അങ്ങനെയാണ് പുസ്തകത്തിൽ കൊടുത്തിരുന്നത്, മലിനജലം അല്ലെങ്കിൽ അഴുക്ക വെള്ളം ഇത് എവിടേക്ക് പോകുന്നുണ്ട്, മെയിൻ സിറ്റിയിലോട്ട് പോകും. അത് അവിടേക്ക് എന്ത് ചെയ്യും, പോകും. എല്ലാ വീടുകളിലുള്ള ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ കണക്ഷൻ വഴി എവിടേക്ക് പോകും, മെയിൻ സിറ്റിയിലുള്ള ഒരു ഡ്രെയിനേജിലോട്ട് എന്ത് ചെയ്യും, പോകും. അതാകുമ്പോൾ ആർക്കും ഒരു ദോഷമില്ല. റോഡിന്റെ സൈഡിൽ കിടന്ന് വെള്ളം ഒഴുകുമെന്നോ വീടിന്റെ പരിസരത്ത് വെള്ളം ഒഴുകുമെന്നോ ഒന്നും പേടിക്കാനില്ല. ഇതിന്റെ അർത്ഥം വെരി ഹൈജീൻ ആയിരുന്നു. ആ പീപ്പിൾസ് എങ്ങനെയായിരുന്നു, വെറി ഹൈജീൻ, അതുപോലെ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തവരായിരുന്നു ഈ പീപ്പിൾസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഫീച്ചർ എന്താണ്, ടു മെയിൻ ബിൽഡിംഗ്സ് വെയർ ആൾസോ ഫൗണ്ട് ടൗൺ ഹാൾ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് ബാരാക്സ് വെയർ ആൾസോ ഫൗണ്ട് വെയർ സോൾജേഴ്സ് വെയർ കെപ്റ്റ്. ഇവിടെ പറയുന്നുണ്ട് ഇഷ്ടികൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്തെന്ന് നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഉണക്കിയ ഇഷ്ടികൾ ഉപയോഗിച്ചിട്ടാണ് അവരുടെ എല്ലാ കെട്ടിടങ്ങളും അവർ എന്ത് ചെയ്തിരുന്നത്, പണി കഴിപ്പിച്ചിരുന്നത്. കൃഷിയിൽ അവർക്ക് വൈദഗ്ധ്യം ഉണ്ടായിരുന്നു, അല്ലെ, കൃഷിയിൽ വൈദഗ്ധ്യം ഉണ്ടായിരുന്നു. അതുപോലെ ക്രാഫ്റ്റുകൾ ചെയ്യാൻ അവർക്ക് കഴിവുകളുണ്ടായിരുന്നു. പോട്ടറി ചെയ്യാൻ കഴിവുണ്ടായിരുന്നു. കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് അവർക്ക് കഴിവുണ്ടായിരുന്നു. ബഫലോസിനും അതുപോലെ തന്നെ കാറ്റിന്റെ ഒക്കെ അവർ ഇണക്കി വളർത്തിയിരുന്നു, അല്ലെ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ധാരാളം കൃഷിക്ക് ഒരു പ്രാധാന്യം കൊടുത്തു. കാരണം അങ്ങനെയുള്ള ഒരു പീപ്പിൾസ് ആണ്, ഒന്നിനെ കുറിച്ച് ഒരു അറിവില്ലാതിരുന്ന ആൾക്കാരാണ്. എന്നിട്ടും അവർ എന്ത് ചെയ്തു, ഇതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുത്ത് കാര്യങ്ങൾ ചെയ്തു. പിന്നെ ക്രാഫ്റ്റ് കാര്യങ്ങൾ, അതായത് മുത്തു നിർമ്മാണം, വള നിർമ്മാണം, അല്ലെ, ബാംഗിൾസ് നിർമ്മാണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രാധാന്യം കൊടുത്തു. കോപ്പർ കൊണ്ടും അതുപോലെ തന്നെ ബ്രോൺസ് കൊണ്ടും ഒക്കെയുള്ള ആഭരണങ്ങൾ, ഒക്കെയുള്ള ഓർണമെന്റ്സ് അവർ നിർമ്മിച്ചിരുന്നു. അതുപോലെ തന്നെ പോട്ടറിയും കാര്യങ്ങളും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കാണാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്ത ഒരു ബീഡ് മേക്കിംഗ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ചാൻകുദാര എന്നാണ്. കൂടുതലായിട്ട് നമുക്ക് മുത്തു നിർമ്മാണത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് തന്നെ എന്താണ്, ചാൻകുദാരമാണ്, അല്ലെ. ചാൻകുദാരയിൽ നിന്ന് എന്ത് ചെയ്തു, മുത്തുകൾ നിർമ്മിച്ചു. ഇതെല്ലാം നമുക്ക് നിങ്ങളുടെ അടുത്ത ഒരു പാഠത്തിൽ അല്ലെങ്കിൽ അടുത്തൊരു പാഠത്തിൽ അവിടുത്തെ മെയിൻ സിറ്റീസിനെ കുറിച്ചും അവരുടെ ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് ഇവിടെ പറയാനുണ്ട്. അവരുടെ സിസ്റ്റം, ട്രേഡ് കാര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ കച്ചവട മാർഗങ്ങൾ, ഇതെല്ലാം നമുക്ക് അടുത്തൊരു പാഠത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ തുടങ്ങി വെക്കുന്നേ ഉള്ളൂ. ഈ ചാപ്റ്ററിൽ പറയുന്നത് എന്താണ്, ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചു. അതായത് ഡ്രെയിനേജ് സിസ്റ്റം എങ്ങനെയായിരുന്നു, റോഡ്സ് എങ്ങനെയായിരുന്നു, അവിടെ ഹരിയാനയിലെ ബനവാലി എന്ന് പറയുന്ന സ്ഥലത്തിൽ എങ്ങനെയാണ്, റെക്ടാങ്കുലർ പ്ലേസ് ആയിരുന്നോ, ഇതിനൊക്കെ ചോദിക്കും എക്സാമിന്. പിന്നെ എങ്ങനെയാണ് മോഹൻജോദാരോ റോഡ്സും കാര്യങ്ങളും എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ എന്താണ് ജോഗ്രഫി ഫീച്ചേഴ്സ് എങ്ങനെയായിരുന്നു. ജോഗ്രഫി ഫീച്ചേഴ്സ് ഒന്നും എന്താണ്, ഹരപ്പൻ സിവിലൈസേഷൻ ജോഗ്രഫി ഫീച്ചേഴ്സ് ബലൂചിസ്ഥാൻ വരെ, പാകിസ്ഥാൻ വരെ വ്യാപിച്ചിരുന്നു. അതുപോലെ തന്നെ എന്താണ് സുഖേന്ദർപൂർ വരെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം എക്സാമിന്. അതിന്റെ ഈസ്റ്റ് ഏതാണ്, വെസ്റ്റ് ഏതാണ്, സൗത്ത് ഏതാണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്, അല്ലെ. പിന്നെ ഏർലി ഹാരപ്പ എപ്പോഴാണ്, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ പാഠം. ഇതെന്ന് വെച്ചാൽ ഇത് പഠിച്ചിട്ടാണ് നമുക്ക് അടുത്ത ചാപ്റ്റർ, കാരണം കണ്ടിന്യൂഷൻ ആണ്. കണ്ടിന്യൂഷൻ എന്ന് പറയുമ്പോൾ തുടർച്ചയാണ്. അപ്പൊ ഇത് പഠിക്കാതെ അതിലോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് ഫുള്ള് പഠിച്ചാൽ മാത്രമേ നമുക്ക് അടുത്തിട്ട്, കാരണം ഇത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അടുത്തതിലോട്ട് ഡ്രെയിനേജ് നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇനിയും ഡ്രെയിനേജിന്റെ കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ സ്നാനഘട്ടം അല്ലെങ്കിൽ നമ്മുടെ ബാത്തിങ് സിസ്റ്റം, അതിനെക്കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. ട്രേഡിങ് കാര്യങ്ങളുണ്ട്, വെയിറ്റിംഗ് മെഷേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്, അവരുടെ കൃഷി പഠിക്കാനുണ്ട്, ട്രേഡിങ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇവരെക്കുറിച്ച് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനായിട്ട് ഉണ്ട്. അവിടെ റിലീജിയസ് സെറമണി നമുക്ക് പഠിക്കാനുണ്ട്. അതായത് അവർ മദർ ഗോഡസിനെയാണ് ആരാധിച്ചത്. അതായത് ഇവിടെ പ്രകൃതി ദേവതയെ അവർ ആരാധിച്ചിരുന്നു, അല്ലെ. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വർഷിപ്പ്, ഒരു യൂണിക് ആയിട്ടുള്ള ഒരു ഇതില്ല. അവരെ എല്ലാവരെയും എന്ത് ചെയ്തിട്ടുണ്ട്, മെയിലിനെ, അതുപോലെ തന്നെ എന്താണ് സ്ത്രീകളുടെ എന്താണ് സെക്ഷൽ ആയിട്ടുള്ള ആ ഒരു എന്താണ് ഓർഗൻസിനെ കുറിച്ചൊക്കെ അവര് ആരാധിച്ചിരുന്നു. അത് ലിംഗാരാധനയെന്നും അങ്ങനെയൊക്കെ കുറെ ആരാധനകളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്, സ്ത്രീകളുടെ അതുപോലെ തന്നെ പുരുഷന്മാരുടെ, അല്ലെ. അവരുടെ എന്താണ് ശരീരത്തിലെ അവയവങ്ങളെ കുറിച്ച് അവർ എന്ത് ചെയ്ത് ആരാധന നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് നാച്ചുറിനെ ആരാധിച്ചിരുന്നു, പ്രകൃതി ആരാധിച്ചിരുന്നു. പിന്നെ അവർക്ക് ഒരു സ്ഥലം, ഒരു ടെമ്പിൾസ് എന്നോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് എന്നോ ഒന്നും തന്നെ ഇല്ല. അവർ ഇഷ്ടമുള്ളിടത്തിരുന്ന് എന്ത് ചെയ്യും, ആരാധിക്കും. അങ്ങനെ ടെമ്പിളും കാര്യങ്ങളൊന്നും അവർക്ക് ഇല്ലായിരുന്നു. അതാണ് മെയിൻ. ഒരു ആരാധന ആലയമോ ഒരു ആരാധന കേന്ദ്രമോ അവർക്ക് ഇല്ലായിരുന്നു. അവരൊരു കല്ലാണെങ്കിൽ കല്ല്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ലിംഗാരാധന, നമ്മൾ വിഗ്രഹ ആരാധന, അതുപോലെ ശിവഭഗവാനെ ആരാധന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാമാണ് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ. അവരുടെ ഒരു വർഷിപ്പ് ശിവയുണ്ട്, ശിവന്റെ പശുപതി എന്നാണ് പറയുന്നത്. ആ ഒരു ദൈവത്തെ ആരാധിച്ചിരുന്ന കാര്യങ്ങള്,
ഒക്കെ നമുക്ക് അനിമൽസിനെ ആരാധിച്ചിരുന്നു. അതുപോലെ തന്നെ കാള, പശു ഇങ്ങനെയുള്ള ജീവജാലങ്ങളെ അവർ ആരാധിച്ചിരുന്നു. അവരെ അതിനൊക്കെ വേണ്ടി കുറെ ഉത്സവങ്ങളും യാഗങ്ങളും ഒക്കെ അവർ സാക്രിഫൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ട്രേഡ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അന്നേരം എന്തായിരുന്നു, സീ റൂട്ട്സ് വഴിയും അതുപോലെ തന്നെ കടൽ വഴിയും ഒക്കെ അവർ ഇങ്ങനെ കുറെ കാര്യങ്ങൾ, നമ്മളെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അന്നും കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കിയത് ഹരപ്പൻ സിവിലൈസേഷന്റെ ഫസ്റ്റ് ഒരു ഫേസ് ആണ്, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഘട്ടമാണ് നമ്മൾ നോക്കിയത്. ജോഗ്രഫി ഫീച്ചേഴ്സ് നോക്കി. ഹരപ്പൻ സിവിലൈസേഷന്റെ എന്തൊക്കെയായിരുന്നു ജോഗ്രഫി ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. വെസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുമ്പോൾ സുക്കേന്ദർ തൊട്ട് നമ്മുടെ പാകിസ്ഥാൻ വരെയും, ഈസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുമ്പോൾ എന്താണ് ആലംപൂർ തൊട്ട് വെസ്റ്റേൺ വരെയും, സൗത്തേൺ ബൗണ്ടറി എന്ന് പറയുമ്പോൾ എന്താണ് ദൈമാബാദ് തൊട്ട് മഹാരാഷ്ട്ര വരെയും, നോർത്തേൺ ബൗണ്ടറി എന്ന് പറയുമ്പോൾ എന്താണ് അഖ്നൂർ മുതൽ ജമ്മു കാശ്മീർ വരെ. ഏർലി ഹാരപ്പ നമ്മൾ നോക്കി. ഏർലി ഹാരപ്പ എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ നോക്കിയിട്ടുണ്ട്. മെഹ്റാട്ട്, അതുപോലെ ബലൂചിസ്ഥാൻ ഫുഡ് പ്രൊഡക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ നമ്മൾ നോക്കി ഒരു 3 ഫേസസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, ഡിവൈഡ് ഇൻ 3 ഫേസസ്. ഏതൊക്കെയാണ്? ഏർലി ഹാരപ്പൻ സിവിലൈസേഷൻ, മെച്യൂർ ഹാരപ്പൻ ഫേസ്, അതുപോലെ തന്നെ ലേറ്റ് ഹാരപ്പൻ സിവിലൈസേഷൻ, അത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ബനവാലി ഇൻ ഹരിയാനയിലെ ബനവാലി എങ്ങനെയായിരുന്നു? റെക്ടാങ്കുലർ പ്ലേസിലായിരുന്നു അല്ലെ. റെക്ടാങ്കുലർ പ്ലേസിൽ ഏത് നദിയുടെ കീഴിലായിരുന്നു? രംഗോളി എന്ന് പറയുന്ന നദിയുടെ കീഴിലായിട്ടുള്ള ഒരു സ്ഥലമാണ് ബനവാലി എന്ന് പറയുന്നത്. ഇതെങ്ങനെയായിരുന്നു? റെക്ടാങ്കുലർ പ്ലേസിലായിരുന്നു. ഇവിടെ എന്താ ചെയ്തിരുന്നത്? അവർക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സീലും കാര്യങ്ങളും. ഇവിടെ വീടിന്റെ അടുത്ത് മെർച്ചന്റ് കച്ചവടക്കാരുടെ ഭവനങ്ങളുടെ അടുത്ത് നിന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സീലും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഡിവിഷൻ ഓഫ് ടൗൺ ആൻഡ് റോഡ്സ്, സൈലന്റ് ഫീച്ചേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഡിവിഷൻ ഓഫ് ടൗൺ, എല്ലാ വലിയ റോഡുകളും അതുപോലെ തന്നെ ചെറിയ ഇടവഴികളും അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ വീടുകളിലും ഡോറും ഉണ്ടായിരുന്നു, വിൻഡോസും ഉണ്ടായിരുന്നു, എയർ സർക്കുലേഷൻ ഉണ്ടായിരുന്നു. ഫ്ലഡും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്? ആ ഒരു കോട്ടകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മതിലുകളെല്ലാം എങ്ങനെയാണ്? കെട്ടിപ്പൊക്കിയിരുന്നു. പിന്നെ റോഡ് എങ്ങനെയാണ്? നാരോ റോഡായിട്ടും മെയിൻ റോഡായിട്ടും ഒക്കെ എന്ത് ചെയ്തു? പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ദ മോസ്റ്റ് യൂണിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് എന്തെന്ന് പറയുന്നത് ഡ്രെയിനേജ് സിസ്റ്റം. അതിനപ്പുറം ഒന്നുമില്ല. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യമാണ്. ഒരു യൂണിക് സിസ്റ്റം ആണ്. പിന്നെ ഡ്രെയിനേജിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ചുട്ടുപഴുത്ത ഇഷ്ടികളാണ് അവരുടെ ഇതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത്, വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. 5 ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വേറെ ഇതിൽ നിങ്ങൾ ആധികാരികമായിട്ടൊന്നും പഠിക്കാൻ നിൽക്കേണ്ട. ഇത്രയും എങ്കിലും എന്ത് ചെയ്യും? മെയിൻ ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം, അതുപോലെ ബാത്തിങ് സിസ്റ്റം, പിന്നെ ട്രേഡ്, അതുപോലെ ഇത്രയും കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യുക? പഠിച്ചു നോക്കി. ഇത് ചോദിക്കും, എക്സാമിന് എന്തായാലും ചോദിക്കും. ചോദിക്കാത്തതായിട്ട് ഒരു എക്സാം പേപ്പറും ഇല്ല. ഇതുവരെയുള്ള എല്ലാ നിങ്ങളുടെ എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നമ്മുടെ ഹാരപ്പയിലെ ഡ്രെയിനേജ് സിസ്റ്റം ഇല്ലാത്തതായിട്ടും അതുപോലെ ബാത്ത് സിസ്റ്റം ഇല്ലാത്തതായിട്ടും പേപ്പറും ഇല്ല. അപ്പൊ അതിനർത്ഥം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മുടെ ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷൻ. ഇനി അതിന്റെ വളരെ ഡീപ്പായിട്ട് നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു ചാപ്റ്റർ ആയിട്ടാണ് ഉള്ളത്. അത് നമുക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് 6 ഹാരപ്പൻ സിവിലൈസേഷൻ സെക്കൻഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്? പഠിക്കാനായിട്ട് ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അന്നെന്നുള്ളത് അന്നന്ന് പഠിക്കുക. എന്നും പറയുന്നത് പോലെ തന്നെ അന്നന്ന് പഠിക്കാം. നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നുള്ളവർ അങ്ങനെ പഠിക്കാം. ഇല്ലെങ്കിൽ ഇതിന് 5 ക്വസ്റ്റ്യൻ നോട്ട് എന്ത് ചെയ്യും? നമ്മൾ അവസാനം ഈ വീഡിയോയുടെ അവസാനം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എന്ത് ചെയ്യുക? പരിചയപ്പെടുത്തി കൊടുക്കുക. കോഴ്സിന് എന്തെങ്കിലും കുറിച്ച് ഡീറ്റെയിൽ അറിയാനുള്ളവർ ഈ നമ്പറിൽ എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.